നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതലാണ് ഭക്ഷണം ആരംഭിക്കുക. നാളെ ദോശ കൊടുക്കുന്നതിനോടൊപ്പം ഞങ്ങളൊരു ഒരു നവധാന്യ ദോശ, അതൊരു കൊങ്ങിണി വിഭവം കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ളൊരു വിഭവമാണത്. അതുപോലെ ഉച്ചയ്ക്ക് ചക്കപ്പഴം കൊണ്ടുള്ളൊരു പായസം നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഐറ്റംസാണ് ഇതുകൊണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൺ കണക്കിന് വെള്ളരിക്ക, മത്തൻ, ഇളവൻ, 100 കണക്കിന് തേങ്ങകൾ. കലോത്സവത്തിന്റെ കലവറ ഇങ്ങനെ നിറയുകയാണ്. വിവിധ വാഹനങ്ങളിൽ നിരവധി പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. നമ്മളൊപ്പം ശ്രീ പഴയടമുണ്ട്. കുട്ടികൾക്ക് ഇത്തവണയും അദ്ദേഹം തന്നെയാണ് ഭക്ഷണം ഒരുക്കുന്നത്. എന്തൊക്കെയാണ് ഇത്തവണത്തെ പ്രത്യേകതകൾ? നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതലാണ് ഭക്ഷണം ആരംഭിക്കുക. നാളെ ദോശ കൊടുക്കുന്നതിനോടൊപ്പം ഞങ്ങളൊരു ഒരു നവധാന്യ ദോശ, അതൊരു കൊങ്ങിണി വിഭവം കൂടിയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ളൊരു വിഭവമാണത്. അതുപോലെ ഉച്ചയ്ക്ക് ചക്കപ്പഴം കൊണ്ടുള്ളൊരു പായസം നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായ ഐറ്റംസാണ് ഇതുകൊണ്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൈകുന്നേരം ഊണിന് പകരം ചപ്പാത്തിയാണ്. അതീ വർഷം മുതൽ തുടങ്ങിയതാണ്. കുട്ടികളുടെ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡയറ്റ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കുട്ടികൾക്ക് അവരുടെ പെർഫോമൻസ് മാക്സിമം അവർക്ക് പുറത്തെടുക്കുവാൻ പാകത്തിന് അവർക്ക് എനർജി കിട്ടത്തക്ക രീതിക്കുള്ള ഭക്ഷണക്രമം തന്നെയാണ് ഇത്തവണത്തെ സംഘാടക സമിതി പറഞ്ഞിരിക്കുന്നത്. എത്ര ജോലിക്കാരുണ്ടാവും? എത്ര പേര് സഹായത്തിനുണ്ടാവും? എങ്ങനെയാണ്? പഴയടത്തിൻ്റെ കൂടെ അടുക്കളയിൽ 80-ൽ പരം ജീവനക്കാർ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭക്ഷണം വിളമ്പാനായിട്ട് നമുക്ക് ഒരു ദിവസം ഏകദേശം 50,000-60,000 പേരാണ് ഭക്ഷണം കഴിക്കാനായിട്ട് 4 നേരവുമായിട്ട് വന്നു പോകുന്നത്. രാവിലെ ഒരു 10,000, ഉച്ചയ്ക്ക് ഒരു 20,000, വൈകിട്ട് ചായക്കും കടിക്ക് ഒരു 10,000, അതിനുശേഷം അത്താഴത്തിനൊരു 10-12,000 പേര് വന്നു പോകും. അപ്പോൾ ഇത്രയും പേർക്ക് വിളമ്പാനായിട്ട് നമുക്ക് രാവിലെ 7 മുതൽ രാത്രി 12 മണി വരെ വിളമ്പേണ്ടതുണ്ട്. അപ്പോൾ 3 ഷിഫ്റ്റായിട്ടാണ് അതിന് തയ്യാറായിട്ടുള്ളത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് 600 പേര് അധ്യാപകർ ഇത് ഭക്ഷണം വിളമ്പാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അതുപോലെ അപ്പോൾ 4,000 കുട്ടികൾക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന പന്തൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്ര തന്നെ കുട്ടികൾക്ക് വെയിലില്ലാണ്ട് പുറത്ത് ക്യൂ നിൽക്കാവുന്ന മറ്റൊരു പന്തൽ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഭക്ഷണം കഴിക്കാനായി എത്തുന്ന കുട്ടികൾക്കും കാത്തിരിക്കുന്ന കുട്ടികൾക്കൊക്കെ സമയം ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതിനകത്തൊരു കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഒരു വേദി ഒരുക്കിയിട്ടുണ്ട്. അത് കലയൂട്ട് എന്നാണ് അതിന് പേരിട്ടിട്ടുള്ളത്. അതിൻ്റെ ഉദ്ഘാടനം, അവിടുത്തെ മെയിൻ ഉദ്ഘാടനം നാളെ 10 മണിക്ക് കഴിഞ്ഞാൽ 11:30-ക്ക് ഇവിടുത്തെ കലയൂട്ടിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവും. നാളെ ആണ് ശരിക്കും ഔദ്യോഗികമായിട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങേണ്ട ദിവസമെങ്കിൽ പോലും പഴയടത്തിൻ്റെ ഒരു വിഭാഗം വെച്ചിട്ട് ഇന്ന് നേരത്തെ വരുന്ന കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏകദേശം 2,000-3,000-ഓളം ആളുകൾക്കുള്ള രാത്രി ഭക്ഷണവും പഴയുടെ ഇന്ന് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം 18-ം തീയതി ഉച്ചയ്ക്ക് ഇത് അവസാനിപ്പിക്കാമെങ്കിൽ പോലും രാത്രി വൈകി ദൂരേക്ക് യാത്ര പോകുന്ന കുട്ടികൾക്കുള്ള പാഴ്സലടക്കം പഴയടം തയ്യാറാക്കി കൊടുത്തു വിടുന്നുണ്ട്. ഇന്ന് ക്രമീകരണങ്ങൾ ഇനി വരുന്ന 5 ദിവസം കലയുടെ മേളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർക്കാർ ഭക്ഷണത്തിനും അത്യാവശ്യം പ്രിയരാണ്. അപ്പോൾ കുട്ടികൾക്ക് വരുന്ന ആദ്യം സ്വീകരിക്കാൻ കിട്ടിയ വലിയൊരു അവസരമാണ്. അത് ഞങ്ങൾ എന്തായാലും നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുത്ത് കുട്ടികളെ സമ്മതിയാക്കും. താങ്കളെ സംബന്ധിച്ചോളം ഇത് പേഴ്സണലി എത്രയോ കാലമായിട്ട് ഇത് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് പറയണം? അതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്തോഷം അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥ നിൽക്കുമ്പോഴാണ് നമ്മൾ സ്കൂൾ കലോത്സവത്തിലേക്ക് തീർച്ചയായിട്ടും എത്താറുള്ളത്. ഇതെൻ്റെ 22ാമത് തവണയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 2006 മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട്. ഈ നവധാന്യ ദോശ അല്ലാതെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ പ്രതീക്ഷിക്കണോ വരും ദിവസങ്ങളിൽ? അല്ല, നവധാന്യ ദോശ നാളെ പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ ചക്കപ്പഴം കൊണ്ടുള്ളൊരു പായസം, ചക്കപ്പഴം ഇല്ലാത്ത സീസണിൽ പോലും ചക്കപ്പഴം കൊണ്ടുള്ള പായസം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു റെയർ സാധനം തന്നെയാണ്. ഞാൻ ഉഷാറാവട്ടെ. എല്ലാവരും ആശംസകളും. താങ്ക് യു. കലവറയിൽ നിന്നും അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ 1.